കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചേച്ചീൻ്റെ പിള്ളേർക്ക് അവർക്ക് സ്കൂൾ തുറക്കുമ്പോൾ കുറച്ച് പെൻസിൽ, റബ്ബർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയത്. അപ്പോൾ അവിടെ അങ്ങനെ സൂപ്പറായിട്ട് കളർഫുൾ ആയിട്ടുള്ള കുറേ ബുക്ക് പൊതിയുന്ന പേപ്പറുകളും ഇൻസ്ട്രുമെൻറ്റ് ബോക്സുകൾ, ഫോറിനൊക്കെ കൊണ്ടുവരുന്ന പോലത്തെ കുറേ ഇൻസ്ട്രുമെൻറ്റ് ബോക്സുകളും, പിന്നെ പെൻസിലിൻ്റെ മേലെ റബ്ബറുള്ള കളർഫുൾ ആയിട്ടുള്ള കുറേ യൂണിക്കോണിൻ്റെ ഒക്കെ കുറേ റബ്ബറുകളും അങ്ങനെ കുറേ അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് കണ്ട സമയത്ത് എനിക്കെൻ്റെ സ്കൂളിലെ സമയം ഓർമ്മ വന്നു. ഞാനൊരു 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആകെ ബുക്ക് പൊതിഞ്ഞുകൊണ്ടിരുന്ന ബ്രൗൺ പേപ്പർ കൊണ്ടായിരുന്നു. ബ്രൗൺ അല്ലെങ്കിൽ ഓറഞ്ച് കളറുള്ള ഒരു പേപ്പർ. നടരാജിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആയിരുന്നു എനിക്ക് സ്ഥിരമായിട്ടുണ്ടായത്. അത് കിട്ടിയ ഒരാഴ്ച കൊണ്ട് ഞാൻ അതിൻ്റെ പരിപ്പിളക്കും. അപ്പോൾ ഇങ്ങനെ നെയിം സ്ലിപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടൊക്കെ കിട്ടുന്ന നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചാണ് ഞാനൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇത് പറയല്ല കേട്ടോ, പരാതി പറയല്ല. പക്ഷേ ആ സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ടായി. ഇവരുടെ പാരൻസ് ഒക്കെ ഗൾഫിലായിരിക്കും, കുറേ പിള്ളേരുണ്ട്. അപ്പം ഇവരുടെ ബുക്കിൻ്റെ പൊതിയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. അയ്യോ എനിക്കിത് വേണമായിരുന്നു. കാരണം നല്ല തിളങ്ങുന്ന മിനുസമുള്ള ഈ എക്ലെയറിൻ്റെ ഒക്കെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഒക്കെ പൊതികളുണ്ടാവില്ലേ, അതുപോലത്തെ പൊതികളുണ്ടായിരിക്കും ഇവരുടെ ബുക്കൊക്കെ പൊതിഞ്ഞിട്ടുണ്ടാവുക. ഇവരുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ നമ്മൾ കാണാത്ത ടൈപ്പ് പല സാധനങ്ങളും ഉണ്ടാവും. ഭയങ്കര രസമായിരിക്കും അവരുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവരുടെ റബ്ബറാണെങ്കിലും മൈക്ക് റബ്ബർ എന്നല്ലേ പറയുന്നത്, എന്താണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും ഭയങ്കര കളർഫുള്ളായിരിക്കും. അപ്പോൾ ഞാൻ എനിക്കിതൊക്കെ വേണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും എനിക്ക് എല്ലാ നാട്ടിലും പിള്ളേർക്ക് കിട്ടുന്ന പോലെ സാധനങ്ങളാണ് മിക്കവാറും എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഇതൊക്കെ വാങ്ങാനുള്ള അവസ്ഥയിലേക്കുണ്ട്. എനിക്കിതൊക്കെ വാങ്ങാം, പക്ഷെ ഇതൊന്നും എനിക്കിപ്പോൾ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പണ്ട് എല്ലാവരും പറയുമല്ലോ, പിള്ളേർ എന്തെങ്കിലും ആഗ്രഹിച്ച് അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം എന്ന് പറയുമ്പോൾ അതെന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് കറക്റ്റാണ്. കാരണം പിള്ളേരുടെ ആഗ്രഹങ്ങൾ ആ ഒരു സമയത്തേ ഉണ്ടാവുള്ളൂ. വലുതായി കഴിഞ്ഞാൽ നമുക്കിതൊന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിനടുത്തേക്ക് ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ സാധിച്ചു കൊടുത്തേക്ക്. ഒരു റബ്ബറും മൈക്ക് റബ്ബറോ അല്ലെങ്കിൽ സൈക്കിളൊക്കെ ആയിരിക്കും മാക്സിമം ചോദിക്കുന്നത്. പിന്നെ കുറേ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന പോലെ അവരിങ്ങനെ വീഡിയോ എടുത്ത് പരാതി പറയും.